നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. പുതുക്കിയ ഫിഫ റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ റാങ്കിങ് വീണ്ടും താഴേക്ക് പോയിരിക്കുന്നു എന്ന നിരാശജനകമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇക്കഴിഞ്ഞ ഫിഫ ബ്രേക്കിൽ ഇന്ത്യ ഒരു മത്സരമേ കളിച്ചുള്ളൂ. അത് മലേഷ്യക്കെതിരെയായിരുന്നു. 1-1 സമനിലയായിരുന്നു ആ കളിയിലെ ഫലം. അതോടുകൂടി നേരത്തെ, അതായത് ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച ഫിഫ റാങ്കിങ്ങിലുണ്ടായിരുന്ന സ്ഥാനത്തിനേക്കാൾ താഴേക്ക് ഇന്ത്യയുടെ സ്ഥാനം പോയിരിക്കുന്നു. ഒക്ടോബറിൽ ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് 125 ഇപ്പോൾ നവംബറിൽ പുതിയ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 127 വീണ്ടും താഴ്ന്നിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു മുന്നോട്ട് വരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കിയ ഒരു വർഷമാണ് 2024 എന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം ഏഷ്യൻ ടീമുകൾ അത്ര മോശക്കാരൊന്നുമല്ല. ഏഷ്യൻ ടീമുകളിൽ ഒന്നാമതുള്ളത് ജപ്പാനാണ്. അവരുടെ ഫിഫ റാങ്കിങ് 15. രണ്ടാമതുള്ളത് ഇറാനാണ്, ഫിഫ റാങ്കിങ് 18. ഏഷ്യൻ ടീമുകളിൽ മൂന്നാമത് കൊറിയ റിപ്പബ്ലിക്ക്, അവരുടെ ഫിഫ റാങ്കിങ് 23. AFC ടീമുകളിൽ നാലാമത് ഓസ്ട്രേലിയയാണ്, അവരുടെ ഫിഫ റാങ്കിങ് 26. AFC ടീമുകളിൽ അഞ്ചാമത് ഖത്തറാണ്, അവരുടെ ഫിഫ റാങ്കിങ് 48. ഇനി മൊത്തത്തിലുള്ള ഫിഫ റാങ്കിങ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അർജൻറ്റീന അവരുടെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. രണ്ടാമത് ഫ്രാൻസ്, മൂന്നാമത് സ്പെയിൻ, നാലാമത് ഇംഗ്ലണ്ട്, അഞ്ചാമത് ബ്രസീൽ. ഈ സ്ഥാനങ്ങളിലൊന്നും ഒരു മാറ്റവുമില്ല. അതേസമയം പോർച്ചുഗൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 6-ാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ നെതർലൻഡ്സ് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 7-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ബെൽജിയം ആവട്ടെ 2 സ്ഥാനം താഴേക്ക് പോയി 8-ാം സ്ഥാനത്തേക്കായി. ഇറ്റലി അവരുടെ 9-ാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. ജർമ്മനി അവരുടെ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ടോപ്പ് 10 തിരികെ എത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.